അല്ല ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു 4.1 ഹോം തിയേറ്റർ ആഡിയോ ബോർഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മളൊരു 4.1 ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പഴയ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ എൻ്റെ കണക്ഷൻസ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വോളിയം കൺട്രോളറിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നടുക്കായിട്ടുള്ളത് ഗ്രൗണ്ടും ഇത് റൈറ്റ് ലെഫ്റ്റ് ആണ്. പിന്നെ ഇവിടെ 5 വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. പിന്നെ അത് ഇവിടെയാണ് 12-0-12 എന്ന ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഇതിന് പവർ കൊടുക്കേണ്ടത്. ഇവിടെ ഊഫറിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇതാ ഇവിടെ ബാസിന് വേണ്ടിയിട്ടുള്ളത് നടുക്കുള്ളത് ഗ്രൗണ്ടാണ്, സൈഡിലുള്ള റൈറ്റ് ലെഫ്റ്റാണ്. പിന്നെ ഇവിടെ സ്പീക്കറിന് വേണ്ടിയിട്ട് ഇവിടെ 2 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നടുക്കുള്ളത് ഗ്രൗണ്ടാണ്, സൈഡിലുള്ള 2 റൈറ്റും ലെഫ്റ്റ്. ഇവിടെയും ഗ്രൗണ്ട്, റൈറ്റും ലെഫ്റ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ് ഗൈസ്. അപ്പോൾ ഈ ആംപ്ലിഫയർ ആണ് നമ്മൾ 4.1 ആക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിലുള്ള സ്ക്രൂസും കാര്യങ്ങളെല്ലാം അഴിച്ച് നമുക്ക് ഇതിൻ്റെ ബോർഡൊക്കെ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തുള്ള ബോർഡ് 4440 എന്ന 2 IC ഉള്ള ഒരു ആഡിയോ ബോർഡാണ്. ബോർഡ് പിടിപ്പിച്ചിട്ടുള്ള എല്ലാ സ്ക്രൂസും ഊരിയതിന് ശേഷം അതിലുള്ള വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കണം ഗായ്സ്. ഇതിൻ്റെ അകത്തുള്ള വോളിയം കൺട്രോളർ, ബാസ് കൺട്രോളർ, ട്രബിൾ കൺട്രോളർ ഇതെല്ലാം കൂടി നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ട്രാൻസ്ഫോമറും കൂടി അഴിക്കുകയാണ്. നമ്മൾ വേറെ ട്രാൻസ്ഫോമറാണ് ഇതിൽ വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അഴിച്ചെടുത്തു. ഫ്രണ്ട് പാനലെല്ലാം ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഇതിലുള്ള സ്പീക്കർ സോക്കറ്റെല്ലാം ഊരി ഇതിൽ വയറൊക്കെ പിടിപ്പിക്കുകയാണ്. ഗ്രൗണ്ടും ഷോർട്ട് ചെയ്ത് ഒറ്റ സെക്ഷനാക്കിയും 2 സൈഡിലുള്ളതും 2 സെക്ഷനാക്കിയും എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇനി അടുത്തതായി RCA ഇൻപുട്ട് കൊടുക്കേണ്ട സെക്ഷനിൽ നമ്മൾ വയറെല്ലാം പിടിപ്പിക്കുകയാണ്. ഇനി വോളിയം കൺട്രോളറിലേക്കുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഉള്ളത് ഗ്രൗണ്ടാണ്. 2 വയർ നമ്മൾ അതിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള റൈറ്റ്, താഴെയുള്ള ലെഫ്റ്റ് ആണ്. അപ്പുറത്തുള്ളത് ആഡിയോ ഇൻപുട്ട്, റൈറ്റ് ലെഫ്റ്റ് ആണ്. ബോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഹീറ്റ് സിങ്ക് എടുത്ത് ഞാൻ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബോർഡ് ഷോർട്ട് ആവാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഇതിൽ അഴിച്ച സ്പീക്കർ സോക്കറ്റ് തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ്. ഈ ബോർഡ് മൊത്തം പ്ലഗ് ആൻഡ് പ്ലേ എന്ന ഒരു മോഡലിലാണ് ഉള്ളത്. ഒരു ക്ലിപ്പ് പോലത്തെ സാധനം കൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. മറ്റേ നമ്മൾ സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായി സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിന് സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗായ്സ്. അങ്ങനെ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കിടക്കുന്ന വയറെല്ലാം ഒരു ഇൻസുലേഷൻ കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ആഡിയോ ബോർഡ് സെറ്റ് ചെയ്യാം. ഇനി ഇതിനെ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ നമ്മൾ പക്കയായിട്ട് ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കണക്ഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്ബൂഫറിലോട്ട് കണക്ട് ചെയ്യാം. സ്പീക്കേഴ്സിനാണ്. ഇനി അടുത്തതായിട്ട് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 12-0-12 എന്നാണ് എൻ്റെ പവർ സെക്ഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ നെഗറ്റീവിലോട്ടും പോസിറ്റീവ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്കും അടുത്ത പോസിറ്റീവ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്കും കൊടുക്കും. ഇനി വോളിയം കൺട്രോളറും ബാസ് കൺട്രോളറും കണക്ട് ചെയ്യാം ബോർഡിലോട്ട്. അങ്ങനെ ബോർഡിലോട്ട് കണക്ട് ചെയ്തു. ഇനി പവർ കോഡാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചിലവ് കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 4.1 ഹോം തിയേറ്റർ ആഡിയോ ബോർഡ് വെച്ചാണ് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ RCA ഫീമെയിൽ ജാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റൽ ഭാഗം നമ്മുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്ത് ഹമ്മിങ് വരാൻ സാധ്യത കൂടുതലാണ്. എനിക്ക് ഹമ്മിങ് വന്ന് ഞാൻ ഇപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് വരുന്ന ഒരു RCA ഫീമെയിൽ ജാക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പവർ ഇൻഡിക്കേഷന് വേണ്ടി ഒരു ഗ്രീൻ കളർ LED സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോ.